പരിശുദ്ധ ഖുർആനെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ലോകത്തിലെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളൊക്കെ ഔപചാരികമായി ആരംഭിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് 1864 ആരംഭിച്ച എൻവയൺമെന്റൽ സൊസൈറ്റിക്കും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് മലകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ ഖുർആനേക്കാൾ കൂടുതൽ കരുത്തുള്ള ഒരു എൻവയൺമെന്റൽ ബുക്ക് ഈ ലോകത്തിൽ ഇല്ല എന്നാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞത്. പിന്നെ ഞാനൊന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഖുർആൻ എന്ന് ചോദിച്ചു ആ ഇന്റർവ്യൂവർ. പക്ഷെ അദ്ദേഹം അതൊക്കെ പിന്നീട് കാണിച്ചില്ല, അവരുടെ അതിലേക്ക് കാണിച്ചിട്ടുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടിക്കാലം മുതൽ പരിചയിച്ച് ശീലിച്ച പല ഇതിഹാസങ്ങളിലും സ്ത്രീയുടെ ആദ്യത്തെ തെറ്റ് തന്നെ ശിക്ഷിക്കപ്പെടുമ്പോ, മനുഷ്യന്റെ രണ്ടാമത്തെ തെറ്റ് ശിക്ഷിക്കപ്പെടുമ്പോ, രാജാവിന്റെ 50ാമത്തെ തെറ്റ് ശിക്ഷിക്കപ്പെടുമ്പോ പുരോഹിതന് 1000 തെറ്റുകൾ ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ നീ ഒരാളിന്റെ മുൻപിൽ വണങ്ങണമെങ്കിൽ, നീ ഒരാളിനെ തേടി ചൈനയിലേക്ക് വരെ യാത്ര ചെയ്യണം എങ്കിൽ അത് പുരോഹിതനോ രാജാവോ അല്ല, മറിച്ച് അത് അറിവ് നേടുന്നവനെയാകണം എന്ന് വിവക്ഷിക്കുന്ന, വിജ്ഞാനത്തെ ശ്രേഷ്ഠമായ ഇബാദത്തായി കാണുന്ന ഒരു തത്വശാസ്ത്രത്തിന്റെ സംഹിതയാണ് ആ പുസ്തകത്തിലുള്ളത് എന്നതുകൊണ്ടാണ് ആ പുസ്തകം എന്നെ ഏറ്റവും കൂടുതൽ, ആ മഹാഗ്രന്ഥം എന്നെ ആകർഷിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള നിശാപ്രയാണ വേളയിൽ ചിലരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികകളാൽ അരിഞ്ഞിരിക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രിൽ മാലാഖയോട് അബൂ ത്വാലിബിന്റെ സാന്നിധ്യത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടെങ്ങനെ എന്ന്. അതിന് പറയുന്ന മറുപടി, പണ്ഡിതന്മാരാണവർ, പക്ഷേ പറയുന്നതൊന്നും ജീവിതത്തിൽ പ്രയോഗിക്കാതെ, പറയുന്നത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അവരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികകളാൽ അരിഞ്ഞിരിക്കുന്നത് എന്ന് വില തെല്ലുമേയില്ലാത്ത വാക്കുകളുടെ വലിയ വാദ്യഘോഷത്തിൽ മുഴുകിപ്പോകുന്ന വർത്തമാനകാലത്തിലെ മഹാപ്രഭൃതികളുടെ മുൻപിലുള്ള ഏറ്റവും മഹത്തായ പാഠം നൂറ്റാണ്ടുകൾക്ക് മുൻപേ കുറിച്ചുവെച്ച ഒരു ഗ്രന്ഥവുമാണ് അത് എന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം.